ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ, ഇത് സാധാരണയായി അമ്പലങ്ങളിൽ കണ്ടുവരാറുള്ള ഒരു പതാകയാണ്. അമ്പലത്തിൽ പതാകയോ? ഇപ്പൊ ആളെ പിടികിട്ടി. ആരംഭിച്ചാലും നാറുന്ന വായും കൊണ്ട് ചീഞ്ഞ വർത്തമാനം. അല്ലെങ്കിൽ അമ്പലത്തിന്റെ കൊടിയാണ്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടി ഈ കൊടിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? കൊടിമരത്തിലേക്ക് നോക്കിയിട്ട് ഒന്നും തോന്നുന്നില്ല. പക്ഷെ നിന്നെ കണ്ടിട്ട് നിനക്ക് വട്ടും ഭ്രാന്തും മൂത്ത് ചെങ്ങലക്കിടാൻ സമയമായെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇത് തലയെറുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപമാണ്. ഇപ്പോൾ അത് മനസ്സിലാവുന്നില്ലേ? ക്ഷേത്രത്തിലെ കൊടിക്ക് ദേശകാല സംസ്കാര വൈവിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിറരൂപമാറ്റങ്ങൾ വന്നേക്കാം. അമ്പലങ്ങളിലെ കൊടിമരത്തിലേക്ക് ശ്രദ്ധിച്ചാലും നിങ്ങൾക്കൊരു കൗതുകം തോന്നാം. എന്തിനാണ് ഒരു കൊടിമരത്തിന് ഇത്രയും വലിപ്പം? ഏതാണ്ട് ഒരു മരത്തിന്റെ അത്രയും വലുപ്പത്തിൽ തന്നെയാണ് മിക്ക സ്ഥലത്തും കൊടിമരങ്ങൾ ഉള്ളത്. പിന്നെ ചുമ്മാ ഒരു കമ്പ് നാട്ടി വെച്ചാൽ മതിയോ? അതൊക്കെ നിർമ്മിക്കാനായിട്ട് തച്ചു ശാസ്ത്രപ്രകാരമുള്ള കണക്കും കാര്യങ്ങളും ഉണ്ട്. ആഢ്യത്വവും ധനവും ഉള്ള ക്ഷേത്രങ്ങൾക്ക് വലിപ്പമുള്ള കൊടിമരം കണ്ടേക്കാം. ഒരു ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് കൊടിമരത്തിന്. സപ്തമാതൃക്കൾ കുടികൊള്ളുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ കൊടിമരത്തെ തൊഴുതു വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. അതൊക്കെ ആ ക്ഷേത്രത്തിന്റെ പ്രൗഢി, ആസ്തി, സ്ഥലപരിമിതി എന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കൊടി ഉയർത്താനാണെങ്കിൽ ഒരു മുളയുടെ വലിപ്പം മതിയാവില്ലേ? ചുമ്മാ അങ്ങ് ഉയർത്താനായിട്ടെ, അത് പാർട്ടിക്കൊടിയല്ല. ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലുമായിട്ടും അതിനകത്തൂടെ കടന്നു പോകുന്ന സ്പൈനൽ കോഡുമായിട്ടും ബന്ധമുണ്ട്. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലെയും അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിയിരുന്നത് ഒരു നരബലിയോടെ ആയിരുന്നു. കഴുത്തറുക്കപ്പെട്ട ഒരു മനുഷ്യനെ ഈ കൊടിമരത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ടായിരുന്നു ആ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. ഒരമ്പലത്തിലും ഇന്നേ വരെ ഉത്സവം ഒരു നരബലിയോടെ തുടങ്ങിയിട്ടില്ല. ഇതിന് ക്ഷേത്ര ചരിത്രപരമായോ പുരാവസ്തു ഗവേഷണപരമായോ യാതൊരു അടിസ്ഥാന രേഖകളും നിലവിലില്ല. രക്തം കണ്ടാൽ മാത്രം പ്രസാദിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടി അങ്ങനെ എത്രയോ മനുഷ്യർ ഇവിടെ ബലിയാടായിട്ടുണ്ട്. രക്തം കണ്ടാൽ മാത്രം പ്രസാദിക്കുന്ന ദൈവങ്ങൾ, ഇത് ഹിന്ദു ദേവതകളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണ്. തികച്ചും വികാരപരമായ പ്രസ്താവനയാണ്. ദുഷ്ടരുടെ രക്തം കണ്ടാൽ പ്രസാദിക്കും. അത് ധർമ്മ പുനഃസ്ഥാപനത്തിന്റെ ഭാഗമാണ്. ഏറ്റവും ദുഷ്ടനായ ദാരികൻ പോലും അമ്മയെന്ന് വിളിച്ചപ്പോൾ ക്ഷമിക്കാൻ തയ്യാറായ ദേവിയാണ് ഭദ്രകാളി. ചില ഒറ്റപ്പെട്ട അപൂർവ സംഭവങ്ങളെ ക്ഷേത്രത്തിന്റെ മണ്ടേ കെട്ടിവെക്കുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്. വ്യക്തിപരമായ മാത്രം കാരണങ്ങൾ കൊണ്ട് പലയിടത്തായിട്ട് പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അദ്വൈതാചാര്യനായ ആദിശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു എന്നിവർ മൃഗബലിയെ പോലും എതിർത്തിരുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെറികളിൽ ഒന്നാണ് കഴിവേറി. കഴിവേറി എന്ന വാക്ക് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. കഴിവേറ്റപ്പെടുന്നവൻ അല്ലെങ്കിൽ കഴിവേറ്റപ്പെട്ടവന്റെ കുടുംബത്തിലുള്ളവൻ എന്നാണ് കഴിവേറി എന്ന വാക്കിന്റെ അർത്ഥം. അതിന് മറ്റൊരർത്ഥമുള്ളത് ദളിതൻ എന്ന് തന്നെയാണ്. മലയാളത്തിലെ ഏത് വ്യാകരണ ഗ്രന്ഥത്തിലാണ്, ഏത് നിഘണ്ടുവിലാണ് ഈ ശാസ്ത്രജ്ഞൻ പറയുന്ന അർത്ഥമുള്ളത്? കാരണം ഉത്സവങ്ങൾക്ക് മുൻപ് ഇതുപോലെ കഴിവേറ്റപ്പെടുന്നത് ദളിതരോ ആദിവാസികളോ ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളോ ഒക്കെ ആയിരുന്നു. നീ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് നൽകുന്ന എന്തെങ്കിലും ക്ഷേത്രപരമായ രേഖകളോ പുരാവസ്തുപരമായ തെളിവുകളോ ഏതെങ്കിലും കോടതി ഏർപ്പെടുത്തിയ കമ്മീഷനുകളോ അംഗീകൃത ഗവേഷകരുടെ പ്രബന്ധങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും പരിപാവനമായ ശുദ്ധിയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് മുഗൾ രാജാക്കന്മാരും കൊള്ളക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ ക്ഷേത്രം കൊള്ളയടിക്കുന്നതിന് മുമ്പ് അവിടം അശുദ്ധിയാക്കിയിരുന്നത്. അവർക്കറിയാം അശുദ്ധമാക്കാതെ അവിടെ ഒരു ചുവട് പോലും എടുത്തു വെക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാലും ഇന്നും അത് പ്രതിനിധീകരിക്കുന്നത് ഈ കൊല്ലൽ സംസ്കാരത്തെ തന്നെയാണ്. ഇനി എവിടെയെങ്കിലും ഇതുപോലൊരു കൊടി കാണുമ്പോൾ തീർച്ചയായും നിങ്ങളിത് ഓർക്കുമല്ലോ. അങ്ങനെയാണെങ്കിലേ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലും പാടത്തും ഒക്കെ നോക്കുകൂത്തി വെച്ചേക്കുന്നതും അതും ബലി കൊടുത്തതിന്റെ ഓർമ്മയ്ക്ക് വെച്ചേക്കുമായിരിക്കും അല്ലേ? ഈ വർഷത്തെ ശാസ്ത്രജ്ഞനുള്ള അവാർഡ് കൊടുക്കണം. ഇത്രയും മഹത്തായ കണ്ടുപിടുത്തം നടത്തുകയല്ലേ. നീ എത്രയും പെട്ടെന്ന്
ഒരു മാനസിക രോഗ വിദഗ്ധന്റെ അടുത്ത് ചികിത്സയ്ക്ക് തയ്യാറാവണം. നിനക്ക് തോന്നൽ അല്ലെങ്കിൽ ഇനി ഉണ്ടാവും. നിന്റെ എല്ലാ തോന്നലൂടെ നീ ഇങ്ങനെ വീഡിയോ ആക്കി ഇടുകയും ചെയ്യും.